ഇതിക്കൊക്കെ പന്നു പേടിണ്ട എനിക്ക് പേടിണ്ട ചെറുതായിട്ട് ചെറുതായിട്ട് ഹലോ കൂട്ടുകാരെ, മൈറ്റു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനിയൂട്ടി പോയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് പോന്നപ്പോൾ നല്ല മഴയായിരുന്നു. മഴ പെയ്തിട്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല ഡ്രൈവ് ചെയ്യാനൊന്നും. റോഡ് നിറഞ്ഞിട്ട് റോട്ടിലുള്ള കുഴികളൊന്നും മനസ്സിലാവണുണ്ടായില്ല, അത്രയും മഴയായിരുന്നു. വീട്ടിൽ നിന്ന് പോകുന്നത് വെറുതെ ആയോ എന്നൊക്കെ വിചാരിച്ച്. കുറ്റിപ്പുറത്തുനിന്ന് മലപ്പുറത്ത് കുറച്ച് ദൂരം ഉണ്ടല്ലോ. എന്തായാലും അവിടെ എത്തിയപ്പോൾ മഴയൊന്നും ഉണ്ടായിട്ടില്ല. പാർക്കൊക്കെ എത്താറാകുമ്പോൾ ഒരു ചെറിയ ഇടുങ്ങിയ റോഡാണ് കേട്ടോ. അവിടെ കുറച്ച് ബ്ലോക്കൊക്കെ ആയി, എന്നാലും കുഴപ്പമുണ്ടായില്ല. അവിടെ എത്തിയപ്പോൾ മഴയൊക്കെ നിന്ന് അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. നമ്മൾ ഫോണിൽ കാണും പോലെയല്ല, അവിടെ ചെന്നിട്ട് ഇത് കാണണം, അടിപൊളിയാണ്. ഇത് എൻട്രി ഗേറ്റാണ് കേട്ടോ. അവിടുന്ന് ഗേറ്റ് കടന്നിങ്ങോട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. നല്ല രസമുണ്ടോ കാണാൻ. മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ സീനാണ് ഇതിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ്. ആ പാറൻ്റെ മേലുള്ള ഇച്ചും മഴ കൊണ്ട് നിൽക്കണ ആ ഒരു മഴത്തുണ്ടാവണ ആ പൂപ്പലൊക്കെ ഉണ്ടല്ലോ, അതേപോലെയാണ് അത് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയാണ് കാണാൻ കേട്ടോ. പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണം, അതേ ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അവിടെ അത് എഴുതി വെച്ചിരിക്കണം മഞ്ഞുമൽ ബോയ്സ്. നമുക്ക് ഇനി അറിയാത്തവർക്ക് ഇതാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്. പിന്നെ ഞങ്ങൾ ചെല്ലുന്ന ഒരു ഗുഹൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നത് ഗുഹൻ്റെ ഉള്ളിലേക്കാണ്. ഈ ഗുഹൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് പോണത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിഷയമായിട്ട് തോന്നിയില്ല, പേടിയൊന്നും തോന്നിയില്ല. ഒറ്റക്ക് ഇരുട്ടത്ത് പോവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് പേടിക്കും. ഞങ്ങൾ 3-4 ആൾക്കാരുണ്ടായിരുന്നല്ലോ, അപ്പോൾ വലിയ പേടിയൊന്നും തോന്നിയില്ല. അവിടെ ശരിക്ക് ഒരു ഗുഹൻ്റെ ഉള്ളിൽ ചെന്നാൽ എങ്ങനെയാണ് അങ്ങനത്തെ ഫീലാണ്. അതിൻ്റെ ഉള്ളിൽ വേരും ചളിയും അതിൻ്റെ ഗുഹൻ്റെ ഉള്ളിലുള്ള ആ ഒരു ശബ്ദങ്ങളും, കുറുക്കൻ്റെ ശബ്ദവും പിന്നെ നായൻ്റെ ശബ്ദവും ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒക്കെ എന്തായാലും നമുക്കൊന്ന് പേടിയാവും. പിന്നെ വവ്വാലിൻ്റെ സൗണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. എന്തായാലും നമ്മൾ ഒറ്റക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് പേടിയാവും. എൻ്റെ മോനക്കൊന്ന് ചെറിയൊരു പേടി തോന്നിയിരുന്നു. അവന് ഉമ്മ ഉണ്ടായതിൻ്റെ കൂടെ. ഉമ്മ പറയുന്നുണ്ട് മതി പോയത് മതി ഇങ്ങോട്ട് പോയിരുന്നു പറയുന്നുണ്ട്. പക്ഷേ ഈ ഗുഹ കഴിഞ്ഞിട്ട് വേണം പ്ലേ ഏരിയക്ക് കടക്കാൻ. അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല, തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ നല്ല രസം, നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. വല്ലാത്തൊരു അനുഭവമാണ് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഞാനെന്ത് പേടിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ കണ്ടപ്പോട്ടാ. ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ആളുണ്ട് വന്നപ്പോൾ ഒന്ന് പേടിയായി. ഒരു കാളിൽ, നെഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു കാളിൽ വന്നത് ഈ ആളെയാണ്. ഇയാളെ പെട്ടെന്ന് കണ്ട് കണ്ടപ്പോൾ ഒന്നുകൊണ്ട് ഞെട്ടിപ്പോയി. ഞാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് അവനൊന്നിങ്ങനെ കുത്തി നോക്കുകയാണ്. അതിനി ഒറിജിനൽ തന്നെ ആണോയെന്ന് വെച്ചാൽ കുത്തി നോക്കുകയാണ് കേട്ടോ. എന്തായാലും അതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ തോന്നും, പാമ്പുണ്ടോ ചേരുണ്ടോ അല്ല ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ തോന്നും. അത്രയും ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇങ്ങനെ ഒരു സൈസ് സൗണ്ടുകളും അങ്ങനത്തെ ഒക്കെ ഒരു സംഭവങ്ങളാണ്. നല്ല രസമുണ്ടായിന് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഈ ഒരു വ്യൂക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് ഇവിടെ. ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പോയത് മ്യൂസിയത്തിലേക്കാണ്. നല്ല രസമുണ്ട്, നല്ല ഇഷ്ടമായിട്ടാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് വേഗം ഒന്ന് കണ്ണോടിച്ച് വേഗം പോകുന്നു. അത് അവിടെ സാവധാനം നിന്ന് ഓരോന്ന് കണ്ട് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടതും കാണാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അവിടെ.
ഈ ചെടി നല്ല രസമില്ലേ കാണാൻ. അതിൽ കുറച്ച് വിത്തുകൾ ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീട്ടിൽ കൊടുക്കുന്ന പാവി. അപ്പോൾ അത് മാമൻ്റെ കൃഷിത്തോട്ടത്തിൽ ഉണ്ട് പാവിയിട്ട്. അതിൻ്റെ തയ്യലൊക്കെ മുളച്ച് ആ വിത്തൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഞാനിനി അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പാർക്ക് ചെന്നിട്ട് അവർ എൻജോയ് ചെയ്യണം. എല്ലാവരും വലിയവർക്കും ചെറിയവർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഊഞ്ഞാലുകളുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ. കുറേ നേരം സ്പെൻഡ് ചെയ്ത് എല്ലാവരും കുറേ നേരം ഊഞ്ഞാലാടി. പിന്നെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഫീഡ് ചെയ്യാനും ഇതിനൊക്കെയുള്ള. ഊഞ്ഞാലാടലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം രാത്രിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് കോടിറങ്ങിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ചെറിയൊരു കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ടായിരിക്കും അവിടെ മിനിയൂട്ടിന്ന് പേര് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ അവിടെ തന്നെ ഉള്ള ഒരു പെറ്റ്സിൻ്റെ പാർക്കൊക്കെയാണ് പോയത് കേട്ടോ. ആ വീഡിയോ അടുത്ത വ്ളോഗിൽ ഇടാം കേട്ടോ.